ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിൽ അടുത്തടുത്തായി മലയാളി വിദ്യാർത്ഥിനികൾ മരണപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. തുടർന്ന് നടന്ന അന്വേഷണങ്ങളിലും കോളേജ് അധികൃതരും പോലീസും പൂർണ്ണമായ നിസ്സഹകരണമാണ് കാട്ടിയതെന്നും ആരോപണം. കോളേജ് അധികൃതരുടെ സഹായത്തോടെ കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കി മാറ്റുകയാണെന്നും പരാതി ഉയരുന്നുണ്ട്. ബംഗളൂരു സോള ദേവനഹള്ളിയിലെ ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിൽ 2ാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയായിരുന്നു ഇടുക്കി സ്വദേശിനി അനഘ ഹരി. അനഘയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതായാണ് ബന്ധുക്കളുടെ ആരോപണം. എന്നെ മോള് തലേന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഒരു വിഷമ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല സന്തോഷത്തോടെയാണ് ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരം ഒരു ഉച്ചയായപ്പോഴത്തേനെ അവർ വിളിച്ചിട്ട് പറയാണ് കുട്ടിക്ക് പനിയാണ്, സീരിയസ് ആണ്, വീട്ടിലോട്ട് എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറയാ. അവരന്നൊന്നും കാട്ടിയില്ല. പിറ്റേ ദിവസം ഒരു വൈകുന്നേരം ആയപ്പോഴാണ് കാണിച്ചത്. എനിക്കുണ്ടായ അനുഭവം ഇനി വേറൊരു കുട്ടിയുടെയും വേറൊരു അമ്മയ്ക്കും എൻ്റെ മോള് പോയ പോലെ തന്നെ വേറൊരു കുട്ടിയുടെ ഒരു തള്ളയ്ക്കും ഇങ്ങനെ വരല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മുഹമ്മദ് ആരിഫ് എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള നഴ്സിംഗ് കോളേജിൽ 6 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്ത ദുരൂഹ മരണങ്ങളിൽ 3 പേരും മലയാളികൾ. മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകൾ കൈമാറാൻ പോലും കോളേജ് അധികൃതരും പോലീസും തയ്യാറായിട്ടില്ല. പിന്നെ ഇതിനകത്ത് കോളേജുകാർ ഇടപെട്ടിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ ആ രീതിയിലാണ് നമ്മളോട് വേറെ രീതിയിൽ മോശമായിട്ടൊന്നും ആദ്യം സംസാരിച്ചില്ല. ലാസ്റ്റ് അവർ നിന്നത് എന്നോട് ലാസ്റ്റ് ഈ ഓട്ടോസ് റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് വരെ നമ്മളോട് ആവശ്യപ്പെട്ടു ഇതിൻ്റെ ഒരു കോപ്പി കൊടുക്കാൻ. സാധാരണ രീതിയിൽ നമുക്കിതിനെപ്പറ്റി ഒരു ബേസിക് നോളജ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ ഒപ്പിടുന്ന 1-2 ഇതിലായിരിക്കും ഒപ്പിടാറുള്ളൂ. അതിൽ 1 നമുക്കാണ്. കാരണം അവർക്ക് നിയമപരമായിട്ട് ഇത് മേടിക്കേണ്ട കാര്യം ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ നമ്മളോട് റേസ് ആകുകയും കാര്യങ്ങൾ ഭയങ്കരമായിട്ടുള്ള ചൂടാത്ത വേറെ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ടായി. കണ്ണൂർ സ്വദേശിനിയായ അതുല്യ ഗംഗാധരൻ ആത്മഹത്യ ചെയ്തുവെന്ന് കോളേജ് അധികൃതർ അറിയിക്കുന്നത് അതുല്യ 1ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയായിരിക്കെയാണ്. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാണ് അതുല്യ മരണപ്പെടുന്നത് എന്നാണ് ബന്ധുക്കളെ അറിയിച്ചത്. എന്നാൽ മരണത്തിന് പിന്നിൽ ലവ് ജിഹാദ് അടക്കമുള്ള കാരണങ്ങൾ ഉണ്ടെന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. മകൾ അങ്ങനെ ഒരു ഇതിൽ പോകുന്നുള്ളത് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നില്ല. എന്താ വെച്ചാൽ അവൾ എപ്പോഴും പറയുക എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെയുള്ളതുകൊണ്ട് ആത്മഹത്യ ചെയ്യില്ല എന്നില്ല. കുട്ടികളുടെ പിണക്കം കൊണ്ട് അതിലെന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കും അറിയില്ല. ഞങ്ങൾക്ക് ഏത് വിധേന ഞങ്ങളുടെ ഒരു മകൾ ഒരു നേഴ്സായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും ആളൊരു വയ്യായുള്ള മനുഷ്യൻ ഉള്ള മാത്രം വിചാരിച്ചാണ് ഞങ്ങൾ ജീവിച്ചത് തന്നെ. പിന്നെ കൂടെ പോകാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് അങ്ങനെ 2 പേര് ജീവിച്ചു പോകണമെന്നുള്ളൂ. സംഭവത്തിലെ ദുരൂഹത നീക്കാൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാരതീയ നഴ്സസ് ആൻഡ് അലൈഡ് സംഘിന്റെ പിന്തുണയോടെ ബന്ധുക്കൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതിൽ അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബങ്ങൾ. ജനം, കൊച്ചി.